ശുക്രൻ ജസീല. സുന്നി കൗൺസിലിന്റെയും സുന്നി സെന്ററുകളുടെയും KMCCയുടെയും SKSFന്റെയും നേതാക്കന്മാർ നമ്മുടെ ഈ പ്രൗഢസംഗമത്തിന് ആശംസ അർപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി വിമർശനത്തിന്റെ കൂരമ്പുകൾക്കിടയിലും ദിവ്യ വെളിപാടുകൾ വിളംബരം ചെയ്ത പ്രവാചകന്മാർ പകർന്നെന്ന വെളിച്ചവുമായി നാം യാത്ര തുടരുകയാണ്. ഹിറാഗുഹയുടെ ഏകാന്തതയിൽ നിന്ന് ഉയർക്കൊണ്ട പ്രകാശത്തിന്റെ ഈ കൈത്തിരി നമുക്ക് കെടാതെ കാക്കണം. ആ മഹാരഥന്മാരുടെ സന്ദേശം നമുക്ക് ഭാരതമാകെ പടർത്തണം. അങ്ങനെ അത് വിശ്വം മുഴുവൻ പരക്കട്ടെ. വിശ്വാസി ഹൃദയങ്ങളിൽ നിന്ന് ഈമാൻ കവർന്നെടുക്കാൻ വന്നവന്റെ മുമ്പിൽ ആദർശത്തിന്റെ കോട്ടകെട്ടി കാവൽ നിന്ന പുണ്യസമസ്തയാണ് ഇന്നും നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. സമസ്തയും പണ്ഡിത ധർമ്മവും ഉന്നത മാതൃകകൾ എന്ന വിഷയത്തിൽ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സാദരം സവിനയം ക്ഷണിക്കുന്നു. രണ്ട് പ്രധാന വിഷയാവതരണങ്ങൾ കൂടിയുണ്ട്. എല്ലാവരും സദസ്സിൽ ഇരുന്ന് നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون. صدق الله. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. മഹത്തായ ഈ വേദിയുടെ അധ്യക്ഷൻ, ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക കാലം മുതൽ അതിൻ്റെ ആത്മാവായി, അതിൻ്റെ ജീവസ്സുറ്റ പ്രചോദകനായി ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിപുല സംവിധാനങ്ങളോടൊപ്പം നടക്കുന്ന അഭിയന്തരായ ഉസ്താദ് ഡോക്ടർ ബഹാഉദ്ദീൻ നദ്വി, ഇവിടെ വേദിയിൽ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ളവർ, വേദിയിൽ സന്നിഹിതരായെന്ന് പറയാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടാണ് വേദി നിൽക്കുന്നത്, അഭിയന്തനായ സൈനുൽ ആബിദീൻ സാഹിബ്, വേദിയിലെ സദസ്സിലെ ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കൾ, സയ്യിദുമാർ, സ്നേഹമുള്ള സഹോദരന്മാർ, എന്നെ കേൾക്കുന്ന സഹോദരിമാർ, ദീർഘമായി ഈ മഹത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചെല്ലാം, അതിൻ്റെ വിപുലമായ പദ്ധതികളെക്കുറിച്ചെല്ലാം അഭിയന്തനായ ബഹാഉദ്ദീൻ ഉസ്താദിൻ്റെ പ്രസംഗവും ശേഷം ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നടന്നിട്ടുള്ള അനുഗ്രഹ പ്രഭാഷണങ്ങളുമെല്ലാം നമ്മളെല്ലാവരും ശ്രവിച്ചതാണ്. ഇനിയൊരു ദീർഘപ്രസംഗത്തിൻ്റെ ഒരു ആവശ്യം നമ്മുടെ മുമ്പിലില്ലെന്ന് തോന്നുന്നുവെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത ഉണ്ടാക്കിയെടുത്ത നവോത്ഥാന ശ്രമങ്ങളുടെയൊക്കെയും ഫലങ്ങളുമെല്ലാം
അനുഭവിക്കുന്നു എന്നതുകൂടിയാണ് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ബഹുമാന്യനായ സംസ്ഥയുടെ ട്രഷറർ ആ കാര്യം കൃത്യമായി ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ പോലെ, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു തീരുമാനം പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമാകുന്നത്. നമുക്കെല്ലാം അറിയുന്ന പോലെ 1920 എന്ന് പറയുന്ന ഒന്ന് ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ ഗതിമാറ്റത്തിൻ്റെ ഒരു ദശാസന്ധിയാണ്. ആ സമയത്താണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ ആലോചിച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ പിന്നീട് നടന്നിട്ടുള്ള മുസ്ലിം ലോകത്തെ പരിതാപകരമായ അവസ്ഥകളുടെ തന്നെ തുടക്കമിടുന്ന ഒരു ഘട്ടം വരുന്നത് അപ്പോഴാണ്. 1914 ഒന്നാം ലോകമഹായുദ്ധം, തകർന്നടിഞ്ഞു പോയ ഇസ്ലാമിക ഖിലാഫത്തായി നിലനിന്നിരുന്ന ഉസ്മാനിയ ഖിലാഫത്ത്, അതിൻ്റെയൊക്കെ മറ്റൊരു പരിണിതി എന്ന് പറയാൻ സാധ്യമാകുന്ന വിധം ഛിന്ന ഭിന്നമായി പോയ മുസ്ലിം രാജ്യങ്ങളുടെ അതിനിടയിൽ സംഭവിച്ചു പോയിട്ടുള്ള ചില രാഷ്ട്രീയമായ ആഘാതങ്ങളുടെ ചരിത്രം, അതിൻ്റെയൊക്കെ ഭാഗമായി വന്നതാണ് 1917 ബാൾഫർ ഉടമ്പടിയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സയനിസ്റ്റ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കടന്നു വന്ന ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരുടെ കുടിയേറ്റം, അതുവഴി ഉണ്ടായിത്തീർന്ന പലസ്തീൻ്റെ മണ്ണിലെ ഇസ്രയേൽ എന്ന ഒരു രാജ്യത്തിൻ്റെ സ്ഥാപനം, അതുണ്ടാക്കിയെടുത്ത നിരന്തരമായ ക്രൂരമായ വേട്ടയാടലുകളുടെ ഇന്നും നാം കേൾക്കുന്ന വർത്തമാന ചരിത്രം എല്ലാം നമ്മൾ ഓർത്തുകൊണ്ട് പറയാണ്. ആ 20കളുടെ ദുരന്തങ്ങളുടെ കാലത്ത് നിന്നാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പീഡനങ്ങളും അനുഭവിച്ച ഒരു ജനവിഭാഗത്തെ എങ്ങനെയാണ് മറ്റൊരു പരുവത്തിലേക്ക് മാറ്റത്തിനും പരിവർത്തനത്തിനും വിധേയമാക്കേണ്ടതെന്ന് ആലോചിക്കുന്നതിൻ്റെ മുമ്പിലാണ് സംഘടിതമായൊരു ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതിനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് തന്നെ പറയാൻ കാരണം. അതൊരു പരിവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക ദശാസന്ധിയാണ്. അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം ഇന്നെന്താണോ പലസ്തീൻ അനുഭവിക്കുന്നത് അതുപോലെയൊക്കെ തത്തുല്യമെന്ന് പറയാനാവുന്ന ഒട്ടേറെ ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളതാണ് മലബാർ. അവിടെ കുഞ്ഞുമക്കൾ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്, പീഡിപ്പിക്കപ്പെട്ടത്, കൊല ചെയ്യപ്പെട്ടത്, ഭീകരമാംവിധം മർദ്ദിക്കപ്പെട്ടത്, സ്വന്തം നാട്ടിൽ നിന്ന് നാടുകടത്തപ്പെട്ടത്, സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടത്, അതിൻ്റെയൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അവിടെയാണ് ഇനി ഇങ്ങനെ ഒരു ഭരണകൂടത്തോട് തീരെ തന്നെ യാതൊരു സന്ധിയുമില്ലാത്ത സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതല്ല. അതിനൊരു സാമൂഹിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ മറ്റൊരു പരിവർത്തനത്തിൻ്റെ വഴിയുണ്ടാകണമെന്ന് ചിന്തിക്കുന്നൊരു ധിഷണ വന്നു. സത്യത്തിൽ ആ ധിഷണയെ ഞാൻ ഇങ്ങനെ പേരിടാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. നബ്ബർ അല്ലാഹു മർഖദ. സമസ്തയെ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സ്ഥാപിച്ചത്, അവിടുത്തെ ആധ്യക്ഷത്തിലാണ് തുടങ്ങിയതെന്ന് പറയുമ്പോഴും ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ജനതയെ എങ്ങനെ പരിവർത്തിക്കണമെന്നതിനെക്കുറിച്ചുള്ള വല്ലാത്തൊരു ബുദ്ധി മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടേതാണ്. പാങ്ങിൽ ഉസ്താദിൻ്റെ ബുദ്ധിയാണ് പിന്നീട് നടന്ന ആ തരത്തിലുള്ളൊരു ആദർശപരമായ മുന്നേറ്റത്തിൻ്റെയും വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിൻ്റെയും സംഘടിത രൂപമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. നമ്മൾ ഇന്നിങ്ങനെ ഒന്ന് തിരിഞ്ഞാലോചിക്കുക. സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ, സമസ്ത ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അതിനു മുമ്പേയും അതിന് പിന്നെ മറ്റൊരു പുനഃസംഘടനാ രൂപത്തിൽ പിന്നെയും കേരളത്തിലുണ്ടായിത്തീർന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെയും കൂടി ഞാൻ അങ്ങനെ തന്നെ ഓർക്കുകയാണ്. അതിനു മുമ്പേയും എന്ന് പറയാൻ കാരണം അതിന് മറ്റൊരു തരത്തിൽ 1906 സ്ഥാപിതമായിരുന്നു അത്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമായ അതിൻ്റെ പ്രവാഹത്തിൻ്റെ മറ്റൊരു ഘട്ടം വരുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അതൊരു ഇന്ത്യൻ യൂണിയനായി മാറേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ വന്ന 1948 രൂപീകൃതമായ പുനഃസംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ്, രണ്ടും കൂടി ചേർന്നു പോകുന്നതും നമ്മൾ കണ്ടു. ഒരേ കടലിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്ന രണ്ട് പുഴ പോലെ. എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളുടെ നിർവഹണങ്ങളിൽ പ്രത്യേകമായ കിടമത്സരങ്ങളില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു ഇന്നലെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടുപേരും ചേർന്നു നിന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒരേ സമയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിൻ്റെ സ്ഥാപകകാല നേതൃത്വ രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തക സമിതിയിൽ എല്ലാവരോടൊപ്പവും ചേർന്നു നിന്ന് പ്രവർത്തിച്ചു. എല്ലാവരോടൊപ്പവും എന്ന വാക്കിന് ഇന്നത്തെ വർത്തമാനകാലത്ത് വലിയ അർത്ഥത്തിലെ രുചിഭേദമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ വാക്ക് അതേ ശ്രദ്ധയോടുകൂടെ ഞാൻ പറഞ്ഞു വെക്കുന്നത്. എല്ലാവരോടൊപ്പവും പ്രവർത്തിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ ഉണ്ടായ മുന്നേറ്റങ്ങളുടെ തുടക്കമാണ് ഇവിടെ അഭിനന്ദനായ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ തുടക്കമായി മതവിദ്യാഭ്യാസ രംഗത്ത് മദ്രസാ സംവിധാനം വന്നത്. മദ്രസാ സംവിധാനം വന്നില്ലായിരുന്നുവെങ്കിൽ മതപ്രബുദ്ധതയില്ലാത്തൊരു ജനവിഭാഗത്തെ മറ്റൊരർത്ഥത്തിലും സംസ്കരിക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ഒരു ജനതയെ പരിവർത്തനത്തിന് വിധേയമാക്കിയത് എന്നത് വിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചതും അതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതായിരുന്നല്ലോ തീരെ സംസ്കൃതമല്ലാതിരുന്ന ഒരു ജനവിഭാഗത്തെ, തീരെ നാഗരികമെന്നോ സാംസ്കാരികമെന്നോ പറയാൻ സാധ്യമാകാതെ പോയൊരു ജനവിഭാഗത്തെ, ദ ഹ്യൂമൻ ബ്രൂട്ട് almost without sense is poorly distinguished from the rest of criminal the human brute almost without sense is poorly distinguished from the rest of animal. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമെന്ന് പറയാൻ പറ്റാത്ത ഒരു ജീവിതം, ആ ജീവിതം നയിച്ച ഒരു ജനവിഭാഗത്തിൻ്റെ മുമ്പിലാണ് ഇഖ്റ, വായിക്കണം, റീഡ്. ഇവിടെ ഇതാ റീഡ്, അത്ഭുതം കൊയ്യാൻ വേണ്ടി പോകുമ്പോൾ റീഡ്, വായിക്കണം. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ തമ്പുരാൻ്റെ നാമധേയത്തിൽ വായിക്കണം എന്ന പരിശുദ്ധ വാക്യത്തിൻ്റെ വഴിയെ നടന്നുപോയി അത്ഭുതകരമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായതാണ് പരിശുദ്ധ ദീൻ, പരിശുദ്ധ സമൂഹം. അതിൻ്റെ ചരിത്രത്തെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ അദ്ദേഹത്തിൻ്റെ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു, അറബികൾ ഉണ്ടാക്കിയെടുത്ത വലിയ മുന്നേറ്റത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യൂറോപ്പ് വളരെ പിന്നിലായിരുന്നു. യൂറോപ്പ് വാസ് ബാക്ക്വേർഡ് ഇൻ ലേണിംഗ് സയൻസ്, ആർട്സ് ആൻഡ് ഓൾ എമ്യൂണിറ്റീസ് ഓഫ് ലൈഫ്. യൂറോപ്പ് വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നിരുന്നു. അവരുടെ പഠനത്തിൻ്റെ, ഗവേഷണത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ, ശാസ്ത്രബോധത്തിൻ്റെ, അങ്ങനെ ജീവിതത്തിൻ്റെ സകല തുരുത്തിലും. പക്ഷേ ആരാണ് അവരെ എഴുന്നേൽപ്പിച്ചത്? അവരെ എഴുന്നേൽപ്പിച്ചത് പിന്നീട് വന്ന നവോത്ഥാന കാലങ്ങളല്ല, മറിച്ച് അവരെ എഴുന്നേൽപ്പിച്ചതിൻ്റെ പ്രധാന കാരണക്കാരായി മാറിയത് ദ അറബ് സ്പെയിൻ, എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കെർഡോവ കെപ്റ്റ് ദ ലാമ്പ് ഓഫ് ലേണിംഗ് എന്നാണ് നെഹ്റുവിൻ്റെ മനോഹരമായ ഭാഷ. ദ അറബ് സ്പെയിൻ, എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കെർഡോവ കെപ്റ്റ് ദ ലാമ്പ് ഓഫ് ലേണിംഗ്. കെർഡോവ എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായി സ്പെയിനിൽ, മുസ്ലിങ്ങൾ നിർമ്മിച്ച യൂണിവേഴ്സിറ്റി. അതിൻ്റെ മറ്റൊരു പകർപ്പ് ഇപ്പോൾ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ ഉൽപ്പന്നമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുബൈർ ഹുദവിയുടെ നേതൃത്വത്തിലുള്ള കെർഡോവ അങ്ങ് ബീഹാറിലെ കിഷൻഗഞ്ചിൽ വളർന്നു വലുതാവുകയാണ്. അതേ കെർഡോവയെക്കുറിച്ചാണ്, അന്ന് നടന്ന കെർഡോവയെക്കുറിച്ചാണ് നെഹ്റു പറയുന്നത്, അന്ന് യൂറോപ്പിൻ്റെ അജ്ഞതയുടെ ഘനാന്ധകാരങ്ങളെ മുഴുവനും വെളിച്ചം കൊടുത്ത് അങ്ങനെ നവോത്ഥാനത്തിൻ്റെ ഒരു പുതിയ കാലം തുറക്കുകയും സാംസ്കാരികമായി, ശാസ്ത്രീയമായി അവരെ ഉദ്ധരിക്കുകയും ചെയ്തത് അറബ് സ്പെയിനാണ്. ആ അറബ് സ്പെയിൻ്റെ പ്രധാന ഗേഹമായിരുന്ന കെർഡോവയാണ്. അതുകൊണ്ടാണ് ഈ മത വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനത്തിന് ഇത്ര വലിയ ഊന്നൽ നൽകണമെന്ന് ഞാൻ പറയാൻ കാരണം. യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഹിക്മത്ത് ഒരാൾക്ക് നൽകിയാൽ, മതവിജ്ഞാനത്തിൻ്റെ ബൗദ്ധികത നൽകിയാൽ, അതിൻ്റെ ആത്മാവ് ഒരാൾക്ക് നൽകിയാൽ, വമൻ യുതൽ ഹിക്മ, അങ്ങനെ നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഒരുപാട് നന്മകൾ അയാൾക്ക് ലഭ്യമാവും. അതുതന്നെയാണ് കേരളത്തിലെ മതവിദ്യാഭ്യാസത്തിനുണ്ടായിത്തീർന്ന ആ വലിപ്പത്തിലൂടെ മദ്രസാ വിദ്യാഭ്യാസം വിപുലമായ അർത്ഥത്തിലേക്ക് വളർന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല, 18,000-ഓളം മദ്രസകൾ അംഗീകൃതമാകുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന വിപുലാകാരം എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനം അതുണ്ടായതോ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഒരൊറ്റ ആഹ്വാനം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കളരിയിൽ പഠിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനായ നായകൻ
അന്ന് പർവ്വത സമാനരായ പണ്ഡിത മഹത്തുക്കളെല്ലാം ഇരിക്കുന്ന സദസ്സിൽ പറയുന്നു, നമുക്ക് മദ്രസയെക്കുറിച്ച് ആലോചിക്കണം. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നവ്വറല്ലാഹു മർഖദ കേരളത്തിൻ്റെ ഈ ചരിത്രത്തെ, കേരളത്തിൻ്റെ ഈ നവോത്ഥാനങ്ങളുടെ ഈ ഇന്നുകളെ വായിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരാൾക്ക് ബാഫഖി തങ്ങളെ മാറ്റിവെച്ചിട്ട് എങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കും? ബാഫഖി തങ്ങൾ 45 അങ്ങനെ ഒന്ന് പറഞ്ഞു. KP ഉസ്മാൻ സാഹിബിനെ പോലെ ഒരുപാട് വലിയ മനുഷ്യർ, ഒരാൾ സയ്യിദാണ്, ഒരാൾ അമീറാണ്. നമ്മൾ ഉമറാക്കളുടെ പ്രതിനിധിയായിട്ടാണ് കാണണമെങ്കിൽ മഹാനായ KP ഉസ്മാൻ സാഹിബ് ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ നടന്നു. ഈ മഹത്തായ സന്ദേശം നമ്മുടെ ഹൃദയങ്ങൾ മതിക്കും വിധം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നടന്നു ചെന്ന് ആ മനുഷ്യർ ഒരുമിച്ച് പറഞ്ഞു, ബാഫഖി തങ്ങളുടെ ആഹ്വാനാണ്, മതവിദ്യാഭ്യാസ രംഗത്ത് നമുക്കൊരു പുതിയ സംവിധാനം വേണം. അതായിരുന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. നമുക്കെല്ലാം അറിയുന്ന പോലെ അത്തരത്തിലൊരു സംവിധാനം വന്നു. നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ പുറത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ തേരേറിയാണ്, ഈ മതവിജ്ഞാനത്തിൻ്റെ തേരേറിയാണ്. ഇവിടെ ഒന്ന് അറബിയോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാൻ കിട്ടുന്നത് പോലും ആ വകുപ്പിൽ നിന്നാണ്. മലയാളിയെ അറബി അങ്ങനെ കാണാൻ കാരണം അവനുണ്ടാക്കിയെടുത്തൊരു സംസ്കാരത്തിൻ്റെ ഒരു പ്രബുദ്ധതയുടെ തലം അവൻ്റെ ജീവിതത്തിൽ എമ്പാടും കാണുന്നുവെന്നും അത് പ്രകാശിക്കപ്പെടുന്നുവെന്നും അവർ കണ്ടു എന്നതുകൊണ്ടാണ്. ആ മതവിദ്യാഭ്യാസത്തിൻ്റെ വലിപ്പങ്ങൾ അങ്ങനെ വളർന്നു വലുതാകുന്നതിൻ്റെ ഇടക്ക് ഇതേ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ഒരു ഭാഗത്ത് ഫറൂഖ് കോളേജ് ഉണ്ടാക്കാനും ബാഫഖി തങ്ങളുണ്ടായി. നമ്മളെല്ലാം വിട്ടേച്ചു പോകണമെന്ന് പറയുമ്പോൾ വിസ്മൃതമാകുന്ന ഭൂതകാലം എന്ന് പറയുന്നത് നന്ദി കേടാവരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. വിസ്മൃതമാകുന്ന ഭൂതകാലം വെറും തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന വർത്തമാനം മാത്രമാണ് ശരിയെന്ന തോന്നലല്ല. വിസ്മൃതമാകുന്ന ഭൂതകാലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നന്ദി കേടാണ്. ബാഫഖി തങ്ങൾ ഫറൂഖ് കോളേജിനും വേണ്ടി ഓടി, ബാഫഖി തങ്ങൾ ജാമിയ നൂരിയക്കും വേണ്ടി ഓടി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ആ ജാമിയ നൂരിയ അറബിയയുടെ സന്താനാണ് ഈ മഹാവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ, ഈ വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ പിന്നിലെ ചരടായി ഇപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന അഭിവന്ദനായ ഡോക്ടർ ബഹാവുദ്ദീൻ, ഞാൻ ഫൈസി എന്ന് തന്നെ പറയട്ടെ, ഫൈലി കുരിയാട്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ ഇങ്ങനെ ഒരു വല്ലാത്ത ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംവിധാനങ്ങളെ മുഴുവൻ ഒരുക്കാൻ അതിൻ്റെ സ്ഥാപക കാലം മുതൽ തുടങ്ങി വച്ചതാണ് ആ യാത്ര. ഒരു അനുയാത്രയും സഹയാത്രയുമായി മഹാനായ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ ജാമിയ നൂരിയ അറബിയ ഒരു വലിയ വെട്ടത്തിൻ്റെ തുടക്കമാണ്. അവിടെ നിന്നുണ്ടായിത്തീർന്ന ഒരുപാട് അതിൻ്റെ ഫലങ്ങൾ എന്താണ്? ഇത് വെറുതെ ഉണ്ടായതല്ല. ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, ഇതിനൊരു ആത്മാർത്ഥതയുടെ കാമ്പുണ്ടായിരുന്നു. ത്യാഗനിർഭരമായ പ്രാർത്ഥനയുടെ രാവുകളുണ്ടായിരുന്നു. ഈ സമുദായത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ച കുറേ മനുഷ്യർ, അവരുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഏതോ അർദ്ധരാത്രിയിൽ ആരുമിനി തൻ്റെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള വാഹനവുമായി വരില്ലെന്നറിയുമ്പോഴും ആ അർദ്ധരാത്രിയിൽ നടുറോട്ടിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രചാരകനായി ഇപ്പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള വലിയ ദൗത്യം ഏറ്റെടുത്ത് കാൽനടയായി നടന്നു പോകുന്നതിനിടയിൽ ഏതെങ്കിലും വാഹനം തൻ്റെ മുമ്പിൽ വന്നു നിർത്തുമോ എന്ന വലിയ പ്രതീക്ഷയോടുകൂടെ കൈ നീട്ടുമ്പോൾ ഒരു പോലീസുകാരൻ്റെ ജീപ്പ് വന്ന് നിൽക്കുമ്പോൾ ഇതൊരു പോലീസ് ജീപ്പല്ലായിരുന്നോ എന്ന ചോദ്യത്തിന് പോലീസുകാരിലും നല്ല മനുഷ്യരുണ്ടാകും എന്ന് പറഞ്ഞു വച്ച മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, പരിശുദ്ധമായ സുന്നത്തുകളിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ജീവിതം കാണിച്ചെന്ന് CH ഉസ്താദ്. 2 CHകളെന്ന് ഞാൻ പറയാറുണ്ട്, 2 CH. ഒരു ഭാഗത്ത് അത്രമേൽ കർമ്മനിരതനായി ഏകദേശം 13 വയസ്സ് മുതൽ 56 വയസ്സുവരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ആകാശത്ത് ഒരു നക്ഷത്രം ഇങ്ങനെ തിളങ്ങി പെട്ടെന്ന് അസ്തമിച്ചു പോയതുപോലെ നമുക്ക് തോന്നിപ്പോകാവുന്ന രാഷ്ട്രീയ നഭസിൻ്റെ രാജകുമാരനായ CH മുഹമ്മദ് കോയ സാഹിബ്, അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകട്ടെ. ആ CHനും ഇതിൽ വലിയ വലിപ്പവും അതുപോലെ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ജാമിയ നൂരിയ അറബിയയുടെ സമ്മേളന നഗരികളിൽ ഒരു അവസാനത്തെ പ്രഭാഷകനായിട്ട് തൻ്റെ തൊപ്പി ഇങ്ങനെ നീട്ടിക്കൊടുത്ത് ജാമിയക്ക് വേണ്ടി പിരിച്ച CH, മറുഭാഗത്ത് തൻ്റെ മക്കൾക്ക് അന്നത്തെ ദിവസത്തിന് അരി വാങ്ങാൻ കാശില്ലാത്ത നേരത്ത് ഓരോ വീട്ടിൽ പോയി എൻ്റെ മക്കൾക്ക് അരി വേണമെന്ന് പറഞ്ഞ അത് തൊയ്യിബ് ഫൈസി കൂട്ടാനായിരുന്നില്ല, ദാറുൽ ഹുദയിലെ മക്കൾക്ക് വേണ്ടി പിരിച്ച മഹാനായ CH.
CH ഹൈദ്രോസ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. ആ നിഷ്കാമ കർമ്മിത്തമാണ്. ഒന്ന്, കേവലം തൻ്റെ പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥത മാത്രമായിരുന്നില്ല, കാലങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ദീർഘവീക്ഷണം. മഹാനായ MM ബഷീർ മുസ്ലിയാർക്കുണ്ടായിരുന്നത് അതാണ്. ഓരോ ഘട്ടവും സമസ്തയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് കാണാനാവും. മതവിദ്യാഭ്യാസം വന്നപ്പോൾ, മദ്രസ സംവിധാനങ്ങൾ വന്നപ്പോൾ, പിന്നെ അത് കോളേജുകളാകുന്നതിന് മുമ്പുള്ളൊരു നെരിപ്പോടുണ്ട്. ആ നെരിപ്പോടുകൾ പിന്നീട് കോളേജുകളായി മാറുന്നു. പിന്നെ ആ കോളേജുകളുടെ പാരമ്പര്യ രീതികൾക്കപ്പുറത്തേക്ക് ഇനിയും വളരണമെന്ന ചിന്തയുടെ ഒരു നെരിപ്പോടുണ്ടായി. 68 ഇസ്ലാഹുൽ ഉലൂമിൽ, അതായത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച താനൂർ ഇസ്ലാഹുൽ ഉലൂമിൽ 968 അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യമാകുന്ന പദ്ധതികൾക്ക് സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് കേരളത്തിൽ വന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ സമസ്തയുടെ അഭ്യന്തരായ പണ്ഡിതന്മാർ ചെന്ന് നിന്നു. അന്നത്തെ മനോരമ അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ അത് വലിയ വാർത്തയാക്കി, അതൊരു വലിയ പ്രാധാന്യമുള്ള ഒരു ചരിത്രമാക്കി. 968 കരീം ചക്ല, അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി പറഞ്ഞത്, ഞങ്ങൾക്ക് ഇംഗ്ലീഷും പഠിക്കണം, പഠിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം വേണം. മതപണ്ഡിതന്മാർ ആവശ്യപ്പെട്ടു. ഇസ്ലാഹുൽ ഉലൂമിൽ അതൊക്കെ പഠിപ്പിക്കാൻ ആവശ്യമായ സൗകര്യമുണ്ടാക്കി. പക്ഷെ പിന്നെയും ആ യാത്രകൾക്കിടയിൽ ഈ മതവിദ്യാഭ്യാസത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഭാഷാ നൈപുണ്യമുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കേണ്ടത് എന്ന ചിന്ത മഹാനായ MM ബഷീറുദ്ദീൻ മുസ്ലിയാരുടെ കൂടെ ഉണ്ടായി. ബഷീർ മുസ്ലിയാർ അതിനുവേണ്ടി ദർസിൽ അങ്ങനെ ഒരു സിലബസ് ഉണ്ടാക്കി. പിന്നെ റഹ്മാനിയയിൽ അത് പ്രയോഗവൽക്കരിച്ചു. പിന്നെയും അത് വലുതാകണമായിരുന്നു. അങ്ങനെ വലുതായി, വിശ്വത്തോളം വലുതായി നിൽക്കുന്ന ഒരു മഹാസ്ഥാപനം ഉണ്ടാകണമായിരുന്നു. അതിന് സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തേരിലേറി മഹാനായ MM ബഷീർ മുസ്ലിയാരും CH ഹൈദ്രോസ് മുസ്ലിയാരും യു ബാപ്പുട്ടി ഹാജിയും യാത്ര ചെയ്തു കിട്ടിയതിൻ്റെ പങ്കാളിത്തമാണ് നിങ്ങൾ ഓരോരുത്തരും. അതുണ്ടാക്കിയെടുത്തതാണ്. ഇവിടെ അഭിനന്ദനായ ഉസ്താദ് സൂചിപ്പിച്ച പോലെ ചെമ്മാട്ടപ്പാടത്തെ ഒരു സ്വപ്നം, അത് പിന്നീട് അന്താരാഷ്ട്രീയമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഒരു നേർരേഖയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വൽ ബലദു ത്വയ്യിബ് യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി, നല്ല മണ്ണ്, ഫലഭൂയിഷ്ടമായ മണ്ണ്, അത് കൂടുതൽ നല്ലതേ വിളവെടുപ്പിക്കൂ. വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദ, മോശമായ മണ്ണ്, അത് മോശമായത് മാത്രമേ പുറത്തെടുക്കൂ. ഇത് ആത്മാർത്ഥതയുടെ കാമ്പുണ്ടായിരുന്ന ഒന്നാണ്. ഇത് നിഷ്കാമ കർമ്മിത്വത്തിൻ്റെ ജീവിത പൊന്താവിൽ അത്രമേൽ വലിയ ഉദാഹരണങ്ങളായി ജീവിച്ചിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും സയ്യിദുമാരുടെയും ഉമറാക്കളുടെയും ഒരു കൂട്ടായ്മയാണ്. അങ്ങനെയാണ് നമ്മൾ വളർന്നതും നടന്നതുമെല്ലാം. സയ്യിദുമാർ, മഹാനായ പാണക്കാട്ടെ PMSA പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏതോ ഒരു വേളയിൽ മഹാനായ ബാഫക്കിത്തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ പോലെ താൻ കൊണ്ടുവന്ന പൂക്കോയത്തങ്ങളെയും ബാഫക്കിത്തങ്ങളെയും ചേർത്ത് വെച്ചിട്ട് രാഷ്ട്രീയ പ്രതിയോഗികൾ ആരോ എന്തോ ഒരു മോശം വർത്തമാനം പറഞ്ഞപ്പോൾ ബാഫക്കിത്തങ്ങൾ തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, എൻ്റെ പൂക്കോയക്കുട്ടിയെ പറഞ്ഞതാണ് എൻ്റെ വിഷമം എന്നായിരുന്നു. അതൊരു വല്ലാത്ത ബന്ധമാണ്. അതൊന്നും തകരാതിരിക്കണമെന്നത് വല്ലാത്ത നിശ്ചയമായിരിക്കണം നമ്മുടേത്. എന്നെ പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, എൻ്റെ പൂക്കോയക്കുട്ടിയെ പറഞ്ഞതാണ് എൻ്റെ വിഷമം എന്നായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നബ്ബറല്ലാഹു മർഖദ. ആ പൂക്കോയ തങ്ങളുടെ മക്കൾ ഈ മഹാസ്ഥാപനങ്ങളുടെ നായകന്മാരായി. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നബ്ബറല്ലാഹു മറാഖിദഹും. ആ പൂക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സമയത്തെക്കുറിച്ച് പ്രിയപ്പെട്ട തൊയ്യിബ് ഫൈസി ഒരിക്കൽ പറഞ്ഞത് ഞാനിങ്ങനെ കണ്ണു നനഞ്ഞ് കേട്ടിരുന്നു. കോട്ടക്കൽ അങ്ങാടിയിൽ വന്നപ്പോൾ തങ്ങളുടെ കാറ് കേടായി. അത് നന്നാക്കാൻ ആവശ്യമായ സൗകര്യങ്ങളുടെ കാലത്തല്ല. തിരിച്ചു വീട്ടിലേക്കെത്താൻ ആ രാത്രിയിൽ മറ്റൊരു പോംവഴിയുമില്ല. തങ്ങളവിടെ ഒരു ചായപ്പിടിയിലെ ഒരു ചാര അതിൻ്റെ താഴെ അങ്ങനെ കിടന്നുറങ്ങി.
മഹാനായ തങ്ങളുടെ കാൽവെണ്ണകളുടെ വെളുപ്പ് കണ്ട് ആ സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പ് തഹജുദിനായി പള്ളിയിലേക്ക് പോയ ഒരു ഹാജിയാർ കണ്ടത് മഹാനായ സയ്യിദ് PMSA പൂക്കോയ തങ്ങളെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താൻ കഴിയാതെ പോയ പൂക്കോയ തങ്ങൾ. നിരന്തരമായ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥതയിൽ നിന്നാണ് ഈ പറയപ്പെടുന്ന എല്ലാ വെളിച്ചവും നമുക്ക് കിട്ടിയത്. സമസ്ത ഇന്ന് വിപുലമായ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം ചേർന്നു പോയതാണ്, എല്ലാം ചേർന്നു നിർത്തപ്പെട്ടതാണ്. സയ്യിദുമാർ, ഉമറാക്കൽ, ഉലമാക്കൽ. ഇവിടെ ഇതാ ഈ നഗരിയെ നാം മഹാനായ ചെർശ്ശേരി ഉസ്താദിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു. മഹാനായ സൈനുൽ ഉലമ, കർമ്മശാസ്ത്രത്തിൻ്റെ മഹാപർവ്വതമെന്ന് പറയാവുന്ന വിധം ജീവിച്ച അത്യത്ഭുതകരമായ കർമ്മശാസ്ത്ര കുശാഗ്ര ബുദ്ധിയുടെ പേരാണ് മഹാനായ സൈനുൽ ഉലമ ചെർശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. താൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു പുൽക്കൊടിക്ക് പോലും ഒന്നും സംഭവിക്കരുതേ എന്ന് തോന്നിപ്പോകുമാർ ജീവിച്ച മഹാൻ. ഇവിടെ എല്ലാവർക്കും ഓരോ അനുഭവങ്ങളുണ്ടാകും ഒരു പക്ഷേ. കാരണം ഉസ്താദിൻ്റെ പരിശുദ്ധ ദർസിലിരുന്നവരാണ് പലരും. എന്നെപ്പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സൗഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ യാത്ര ചെയ്തിട്ടുണ്ട്. സമസ്തയുടെ ഒരു സേവകൻ എന്ന നിലയിൽ മഹാനായ ഉസ്താദിനോടൊപ്പം യാത്ര ചെയ്തു. ഇവിടെ വന്നു. മഹാനായ ഉസ്താദിനോടൊപ്പം തന്നെ ഇവിടെ ഇതാ ഇബ്രാഹിം സാഹിബ് ഇരിക്കുന്നു. KMCCയുടെ ഒരു സമയത്ത് ഹോളി ഖുർആൻ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദിനെയാണ് ക്ഷണിച്ചത്. എന്നെയാണ് പ്രഭാഷകനാക്കിയത്. ഞാൻ ഉസ്താദിനോടൊപ്പം വന്ന് വിമാനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തു. എന്തൊരു മനോഹരം, എന്തൊരു ധന്യം. കുറേ നേരം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിയുന്നതിന് മുമ്പേ നമ്മൾ നോക്കുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ഏടിലൂടെ അങ്ങനെ ഒരു ഔറാദിലേക്ക് ആ മനുഷ്യനിങ്ങനെ ആഴ്ന്നാഴ്ന്ന് പോയിട്ടുണ്ടാവും. അത് കുറച്ചു നേരം കഴിയുമ്പോൾ ചിലപ്പോൾ വന്ന് എയർ ഹോസ്റ്റൽസ് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ പറയും, എന്നിട്ടാ പെണ്ണ് ചോദിച്ചതെന്ന്. അതൊക്കെ ഒരു നിഷ്കളങ്കമായൊരു ചോദ്യത്തിൻ്റെ, നിഷ്കളങ്കമായി അങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിഞ്ഞ ഹൃദ്യമായ ധന്യമായൊരു ജീവിതമായിരുന്നു. പറഞ്ഞതൊന്നും തൻ്റെ വർത്തമാനങ്ങളായിരുന്നില്ല. പറഞ്ഞതൊക്കെ മഹാന്മാരായ കണ്ണിയത്തുസ്താദിൻ്റെയും ശംസുൽ ഉലമയുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഏടുകളെയാണ് എനിക്ക് ചീന്തിത്തന്നത്. അവിടെയൊക്കെ മഹാനായ ഉസ്താദ് ഇബാറത്ത് പറഞ്ഞു ചെന്ന് അവിടെ ചില തർക്കങ്ങൾ അവസാനിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഷെയ്ഖുന കണ്ണിയത്തുസ്താദും റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ഈ വഴിയൊക്കെ നടന്ന മനുഷ്യന്മാരുടെ ജീവിതത്തെ ഓർക്കണം. ദാറുൽ ഹുദയുടെ മുറ്റത്ത് കണ്ണിയത്തുസ്താദിൻ്റെ പാദസ്പർശനമുണ്ട്. ദാറുൽ ഹുദയുടെ മുറ്റത്ത് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ പാദസ്പർശനമുണ്ട്. അവർ രണ്ടുപേരും തമ്മിൽ തർക്കിച്ച ഒരു തർക്കത്തെക്കുറിച്ച് ആ സമയത്ത് ആ യാത്രയിൽ ഉസ്താദ് ഇങ്ങനെ സൂചിപ്പിക്കായിരുന്നു. ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ടാണ്. വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്ന് തോന്നുന്നില്ല. മസ്ജിദിൻ്റെ വഖഫ് ചെയ്യപ്പെടാത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ ഒടുക്കം ഉസ്താദ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസ്അല പറയുന്നു. ഷെയ്ഖുന ശംസുൽ ഉലമയും അതേ മസ്അലയിലാണ്. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് അതൊക്കെ കേട്ടാലും പക്ഷേ ആ മസ്അല അങ്ങ് അംഗീകരിക്കുന്നില്ല. ഒടുക്കം ദേഷ്യം പിടിച്ചിട്ട് ഷെയ്ഖുന ഇറങ്ങിപ്പോയി. മഹാനായ ശംസുൽ ഉലമ ശിഷ്യനും ഉസ്താദുമാണ്. എന്നിട്ട് ഓഫീസിലിരുന്ന് റൂമിലിരുന്ന് എന്നെ ഇതിനാണോ വിളിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചിങ്ങനെ തൻ്റെ സഹപ്രവർത്തകരായ മഹാപണ്ഡിതന്മാരോട് സംസാരിക്കുന്ന വേളയിലേക്ക് കണ്ണിയത്ത് ഉസ്താദ് വന്നു. അന്നെ ഞാൻ എന്തെങ്കിലും ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണട്ടോ എന്ന് പറയുന്ന ആ ഹൃദ്യമായ നിഷ്കളങ്കതയുടെ പേരായിരുന്നു റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. എന്നിട്ടും തിരിച്ചു പോരുമ്പോൾ പറഞ്ഞു, എന്നാലും ഞാൻ പള്ളി വെക്കാൻ സമ്മതിക്കൂല. രണ്ടും പറഞ്ഞു. ഉസ്താദ് ചിരിച്ചു. ഞാൻ പറയുന്നത് ആ യാത്രയിലൊക്കെ ഉണ്ടായ ഓർമ്മകളുടെ ഒരു ധന്യതയുണ്ട്. അത് മഹാനായ ചെർശ്ശേരി ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമുക്കെമ്പാടും കാണാൻ കഴിഞ്ഞതാണ്. അവരൊക്കെ ഉണ്ടാക്കി തന്ന ഒരു വലിയ വലിപ്പമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ നമ്മൾ അനുഭവിച്ചത്. അത് ദാറുൽ ഹുദയിലായാലും ദാറുൽ ഹുദയുടെ ഇന്ന് കാണുന്ന എല്ലാ വൈപുല്യങ്ങളും ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഉസ്താദ് വിശദീകരിച്ചു പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചോളൂ, ഈ ആത്മാർത്ഥമായ മുന്നേറ്റങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല. ഈ ആത്മാർത്ഥമായ മുന്നേറ്റങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുടെ വിശിഷ്യ ദാറുൽ ഹുദയുമായി ബന്ധപ്പെടുത്തി നമ്മളിന്ന് കാണുന്ന എല്ലാത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ എല്ലാം
അതിൻ്റെ എല്ലാം പുരോയാനും എന്ന് പറയുന്ന നമ്മുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ആലോചിക്കൂ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ന് സമസ്തയുടെ പ്രവർത്തകരായി, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഉൽപ്പന്നങ്ങളായി ഇന്ന് ലോകത്തെ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും വഴിയിൽ നിൽക്കുന്ന എത്രയോ പ്രഗത്ഭ പണ്ഡിതന്മാർ. നമ്മൾ ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ കൊതിക്കുന്നത് ഇതിനേക്കാൾ മനോഹരമായി പ്രഭാഷണം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന 2 ഹുദവി യുവ പണ്ഡിതന്മാരെയാണ്. അവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉറുദുവിലും ഒക്കെ പറയാം. എനിക്കാകപ്പാടെ ഇനി വേറൊന്ന് വേറിട്ട് പറയാനാണെങ്കിൽ സംസ്കൃതത്തിൽ പറയാമെന്നേ ഉള്ളൂ. അതാണെങ്കിലോ അതങ്ങനെ ഒരു വലിയ ഒരു വിഭാഗം ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കാനൊട്ട് കഴിയില്ല. അതിലെ കുറേ ശ്ലോകങ്ങളൊക്കെ ചെല്ലാമെന്ന് മാത്രം. പക്ഷേ ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും ഒക്കെ പ്രസംഗിക്കാൻ കഴിയും വിധം, സ്പാനിഷിലും ഇൻഷാ അല്ലാഹ് എല്ലാ ഭാഷയിലും ഉണ്ടാവട്ടെ. എല്ലാ ഭാഷയിലും ദീനിൻ്റെ ഈ വെളിച്ചത്തെ പ്രസരിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും സൗഭാഗ്യം തരട്ടെ. ആ നിലയിലെല്ലാം വളരാൻ, ഉത്തുംഗമായ ഈ പടവുകളെല്ലാം കയറാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഅവത്ത് ദാറുൽ ഹുദ തുറന്ന പുതുവഴികൾ എന്ന വിഷയത്തിൽ